എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാൾട്ടി, ലോക, ബസുക്ക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഭാഗ്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ഭാഗ്യ സിനിമ നേടിയെടുത്തത്. ഈ സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഭാഗ്യ 4 ഒക്ടോബർ 23-നാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഇഡ്ഡലിക്കട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധനുഷ് നായകനായ സിനിമയാണ് ഇഡ്ഡലിക്കട. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. ധനുഷ് തന്നെയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കിലാണ് ഇഡ്ഡലിക്കടയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വള എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എവറേജ് അഭിപ്രായമാണ് വള സിനിമ നേടിയെടുത്തത്. ലുക്മാനാണ് സിനിമയിലെ നായകൻ. ഇതൊരു കോമഡി മൂവിയായിരുന്നു. ഇപ്പോൾ ഇതാ മനോരമ മാക്സ് ആണ് വള സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. അടുത്ത വീക്കാണ് വള സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സണ്ണി വെയിൻ, സൈജ് ഗ്രൂപ്പാണ് സിനിമയിലെ നായകൻ. ഇതൊരു കോമഡി മൂവിയാണ്. ഈ സിനിമ ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. റിട്ടൺ ആൻഡ് ഡയറക്ടർ ഗോഡ് എന്ന സിനിമ ഈ വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മിറാജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയാണ് മിറാജ്. ആസിഫ് അലിയാണ് സിനിമയിലെ നായകൻ. ഒരുപാട് സസ്പെൻസുകൾ സിനിമയിലുണ്ട്. എന്നിട്ടും മിറാജ് സിനിമ പരാജയപ്പെട്ടു. എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT അവകാശം വിറ്റുപോയിരിക്കുകയാണ്. സോണി ലീവാണ് മിറാജിൻ്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കിലാണ് മിറാജ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കുരുക്ഷേത്ര എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സീരീസ് ഇപ്പോൾ റിലീസായിരിക്കുന്നത്. തമിഴടക്കം എല്ലാ ഭാഷകളിലും കുരുക്ഷേത്ര റിലീസായിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് തെളിവ് സഹിതം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. മേജർ രവി അടക്കം ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കിഷ്കിന്ധാപുരി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്കു സിനിമയാണ്. അനുപമ പരമേശ്വരാണ് സിനിമയിലെ നായിക. ഈ ചിത്രം ഒക്ടോബർ മാസം 17-ന് C5-ലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ദി കോഞ്ചറിംഗ് ലാസ്റ്റ് റൈറ്റ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ ഇപ്പോൾ തമിഴ് തെലുങ്ക് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ധർമ്മജൻ നടക്കുന്ന ഈ സിനിമ ഇപ്പോൾ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻ എന്ന സിനിമയുടെ OTT റിലീസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഒക്ടോബർ മാസം 16-നാണ് സിനിമയുടെ റിലീസ്. തമിഴ് തെലുങ്ക് അടക്കം എല്ലാ ഭാഷകളിലും റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് OG എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്കു സിനിമയാണ്. പവൻ കല്യാണാണ് സിനിമയിലെ നായകൻ. ഈ ചിത്രത്തിന്റെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം 23-ന് മലയാളം അടക്കമുള്ള ലാംഗ്വേജിൽ OG സിനിമ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് തലവര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് തലവര നേടിയെടുത്തത്. അർജുൻ അശോകനാണ് സിനിമയിലെ നായകൻ. എന്നിട്ടും തലവര സിനിമ പരാജയപ്പെട്ടു. ഓണത്തിന് വലിയ സിനിമകൾ വന്നപ്പോൾ തലവര ഇല്ലാതെ പോയ സിനിമയാണ് തലവര. ഈ ചിത്രത്തിന്റെ OTT അവകാശം ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി തലവര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബസൂക്ക ഇനി വരില്ലെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. കാരണം സിനിമ ഇറങ്ങി മാസങ്ങൾ കഴിഞ്ഞു. OTT അവകാശമാണെങ്കിൽ C5 വാങ്ങിച്ചിട്ടുമുണ്ട്. പക്ഷേ അവർ റിലീസാക്കുന്നില്ല. C5-ൽ ഇതിനോടകം തന്നെ ഒരുപാട് സിനിമകൾ വന്നു കഴിഞ്ഞു. എന്നിട്ടും ബസൂക്ക വന്നിട്ടില്ല. മമ്മൂട്ടിയുടെ ഒരു ആക്ഷൻ മൂവിയാണ് ബസൂക്ക. എന്നാൽ ഇപ്പോൾ മമ്മൂട്ടി ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. ബസൂക്ക സിനിമ ഒക്ടോബർ മാസം 23-ന് C5-ൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കാന്താര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് കാന്താര. ഇതിനോടകം തന്നെ 500 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് കാന്താര. ഒരുപാട് പേര് സിനിമ ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞു. എന്നാൽ കാന്താര സിനിമ റിലീസിന് മുന്നേ തന്നെ ആമസോൺ പ്രൈം റെക്കോർഡ് തുകയ്ക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. തിയേറ്റർ റിലീസ് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് കാന്താരയുടെ OTT റിലീസ്. നവംബർ മാസം 13-നായിരിക്കും കാന്താര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കാൻ പോകുന്നത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുവിധം എല്ലാ മലയാളികളും കാത്തിരിക്കുന്നത് ലോക സിനിമയ്ക്ക് വേണ്ടിയാണ്. കല്യാണി തകർത്ത് അഭിനയിച്ച സിനിമയാണ് ലോക. ദുൽഖർ സൽമാനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. 300 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ലോക. ഈ ചിത്രത്തിന്റെ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ലോകയുടെ ചാപ്റ്റർ 2 വരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോക സിനിമ ഒക്ടോബർ മാസം 17 അല്ലെങ്കിൽ 23-ന് ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ഒഫീഷ്യൽ പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. ഒക്ടോബർ മാസത്തിൽ ഉറപ്പായിട്ടും ലോക സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.